വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഞാൻ ഇങ്ങനെ ഒരു റീൽ എടുക്കാൻ വേണ്ടി പോവാണ്. റീല് ഷോർട്ട് രണ്ടിനും കൂടെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സാരി എടുക്കാൻ പോവാണ്. എന്തായാലും ഞാൻ ഒരുങ്ങുന്ന ഒരു വീഡിയോ അതായത് ഞാൻ ഒരുങ്ങുന്ന ഒരു ട്യൂട്ടോറിയലല്ല, ഞാൻ എങ്ങനെയാണ് ഒരുങ്ങുന്നത് ആ ഒരു രീതിയും പിന്നെ സാരി എടുക്കുന്നത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പൊ ഈ സാരി ഞാനിപ്പോ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു 300 സംതിങ് റുപ്പീസ് ആണ്. ആ ഒരു റേറ്റിന് ഇത് ഓക്കെ ആണ്. ഇതിൽ കുറച്ച് ഗോൾഡൻ ഡീറ്റെയിലിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ സൈഡിലും ഒരു ചെറിയ ബോർഡർ ആണ്. ഈ ചെറിയ ബോർഡർ ഉള്ള സാരീസ് ഒക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടമല്ലേ. അപ്പൊ അങ്ങനെ ഞാൻ നോക്കിയതാണ്. കുറച്ച് ബ്ലാക്ക് സാരികൾ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലൊരു സാരിയാണ് ഇത്. ഇതിന്റെ കൂടെ ബ്ലൗസ് പീസും കിട്ടിയിട്ടുണ്ട്. ഇങ്ങനത്തെ വർക്ക് ഡീറ്റെയിൽ ഒക്കെ ഇല്ല. ഇത്രയും വരുന്നൊരു ബ്ലൗസ് ഗോൾഡൻ വർക്ക്. അപ്പൊ എനിക്ക് ഒരാഴ്ചയായിട്ട് പനിയൊക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഒരാഴ്ച വീഡിയോ ഒന്നും ഇടാത്തത്. അതുകൊണ്ട് തന്നെ ഇത് സ്റ്റിച്ച് ചെയ്യാനുള്ള സമയമൊന്നും എനിക്ക് കിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എൻ്റെ കയ്യിലുള്ള ഒരു ബ്ലാക്ക് ഇത് വെച്ചിട്ട് തന്നെ പെയർ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് ആദ്യം ഒരുങ്ങാം. അപ്പൊ ഞാൻ ഇവിടെ നിന്നാണ് മേക്കപ്പ് ചെയ്യണത്. സാധാരണ എൻ്റെ പണ്ടേ കയറിയിരിക്കും. ഇപ്പൊ എന്തായാലും അങ്ങനെ ഇരുന്നാൽ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ മേക്കപ്പ് ചെയ്യാം. ഇവിടെ എൻ്റെ മേക്കപ്പ് സാധനങ്ങൾ വെച്ചിട്ട് ചെറിയ ബോക്സ് ഉണ്ട്. അതിൽ നിന്ന് ഇങ്ങനെ എടുത്തെടുത്താണ് മേക്കപ്പ് ചെയ്യുന്നത്. ആദ്യം ഞാൻ സാധാരണ എപ്പോഴും ചെയ്യുന്ന പോലെ മോയ്സ്ചറൈസർ ചെയ്യും. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ഇട്ട് കൊടുക്കും. കാരണം നന്നായിട്ട് ഹൈഡ്രേറ്റ് ആയിട്ട് ഇരുന്നാലേ നമ്മുടെ മേക്കപ്പ് നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യത്തുള്ളൂ. അതുപോലെ നന്നായിട്ട് ബ്ലെൻഡ് ആവാനും ഹെൽപ്പ് ചെയ്യത്തുള്ളൂ. നെക്കിലൊക്കെ ഇട്ട് കൊടുക്കണം. ഓക്കെ, അപ്പൊ തന്നെ ഞാൻ ഇതാ പൊട്ടി ഇതിനകത്ത് വെക്കും. മേക്കപ്പ് കുറച്ചുകൂടെ ലോങ് ലാസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ സൺസ്ക്രീൻ ഇടാതെ എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ അത് നിങ്ങളെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ എന്തായാലും സൺസ്ക്രീൻ ഒന്നും ഇടുന്നില്ല. ഓക്കെ, ഇനി അടുത്ത് പ്രൈമർ ഇടാം. പ്രൈമറും ഇത് ഞാൻ എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കേട്ടോ. അപ്പം നിങ്ങൾക്ക് നോക്കാമല്ലോ. അപ്പോൾ ഇത് നല്ലൊരു ഡ്യൂയി ഗ്ലോയി പ്രൈമറാണേ. അത് നന്നായിട്ടിടും. പോഴ്സൊക്കെ ഉള്ളിടത്ത് ഇടുന്നത് മാത്രം ഇട്ടാലും മതി. പക്ഷെ എനിക്ക് എല്ലായിടത്തും ഇങ്ങനെ ഒരു നല്ലൊരു ഈവൻ ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ ഭാഗത്തും ഞാൻ ഇടുന്നത്. നെക്കിൽ വരെ ഞാൻ ഇടാറുണ്ട്. സാധാരണ എല്ലാവരും ഇങ്ങനെ പോഴ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടിടും. പിന്നെ അതുപോലെ നന്നായിട്ട് ഫൗണ്ടേഷൻ നന്നായിട്ട് ബ്ലെൻഡ് ആവണമെങ്കിൽ നന്നായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഫുള്ളായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പോൾ സ്കിന്ന് ഭയങ്കര ഇപ്പം നോക്കുമ്പോൾ ഭയങ്കര ജ്യൂസി ആയിട്ടിരിപ്പുണ്ട്. ഈ ഒരു രീതിയിൽ ഇരുന്നാൽ മാത്രമേ നമുക്ക് ഫൗണ്ടേഷൻ നന്നായിട്ട് ബ്ലെൻഡ് ആവത്തുള്ളൂ. അങ്ങനെ പാച്ച് പോലെയൊന്നും കിടക്കാതെ ഇരിക്കത്തുള്ളൂ. ഇനി നമുക്ക് ഫൗണ്ടേഷൻ ഇടാം. ഫൗണ്ടേഷൻ ഏതിടണം എന്ന് ഞാനിങ്ങനെ ആലോചിച്ചില്ല. ഇതെടുക്കാം നമുക്ക്. ഫിറ്റ് ഇതാകുമ്പോൾ എല്ലാവരുടെ കയ്യിലും കാണുന്ന സാധനമല്ലേ. ഇത് മിക്ക ദിവസം എനിക്ക് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണെന്ന് ചെയ്ത് തന്നെയാണ് കേട്ടോ. ഇതിട്ടും ഇതിൻ്റെ ഷെയ്ഡൊക്കെ ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാവേ. കുറച്ച് ക്വാണ്ടിറ്റി എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ചെയ്യുന്ന വീഡിയോ എത്രയൊക്കെ ഇഷ്ടമാവുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇങ്ങനെയാണ് മേക്കപ്പ് ചെയ്യുന്ന ആ ഒരു രീതിയാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. കുറച്ചുകൂടെ വേണം. ഇത് തീർന്നു. ഇതെൻ്റെ പെർഫെക്റ്റ് ഷെയ്ഡാണേ. ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്നാലും ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതാണ് എൻ്റെ പെർഫെക്റ്റ് ഷെയ്ഡ്. എൻ്റെ ഒരു ഇൻസ്റ്റയിലൊക്കെ ആർക്കെയും മെസ്സേജ് അയച്ച് ചോദിച്ചു എൻ്റെ ഷെയ്ഡ് ഏതാണെന്നൊക്കെ ചോദിച്ചു. ഇനി നമുക്ക് ബ്ലെൻഡ് ചെയ്യാം. എൻ്റെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ ഒരു പെട്ടിയുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. പെട്ടെന്ന് നമുക്ക് എടുത്തെല്ലാം ചെയ്യാം. അതുപോലെ തന്നെ അപ്പം തന്നെ അത് തിരിച്ചു വയ്ക്കും. ഓക്കെ, നന്നായിട്ട് ടൈം എടുത്ത് ബ്ലെൻഡ് ചെയ്യണം. ചുമയൊക്കെ വരും. ഞങ്ങൾ രണ്ടുപേരും ഉണ്ട് കേട്ടോ. അപ്പം ഇതിൻ്റെ ഇടയിൽ ചുമയൊക്കെ വരും. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. രണ്ടുപേർക്കും ഒരാഴ്ചയായിട്ട് വയ്യാതിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഫുള്ള് ഞാൻ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഐബ്രോ വരയ്ക്കാൻ പോവുകയാണേ. അതിന് മുമ്പ് ഞാൻ കാര്യം പറ്റാം. ഞാൻ ഓൾറെഡി എൻ്റെ താഴെ നോക്കണം ഇവിടെ ഐഷാഡോ വെച്ചിട്ടുണ്ട്. ഐബ്രോ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഐബ്രോ കിറ്റ് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഇങ്ങനെ എടുക്കുകയാണ്. ഓക്കെ, ഞാൻ ഓൾറെഡി എൻ്റെ ഹെയർ നന്നായിട്ട് സ്ട്രൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് വീണ്ടും കാണിക്കാത്തത്. പിന്നെ കുറച്ചുപേരും എടുത്ത് ചോദിച്ചു സ്ഥിരം സ്ട്രൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹെയർ ഡാമേജ് ആകത്തില്ല. എൻ്റെ മിക്ക വീഡിയോയിലും ഞാൻ സ്ട്രൈറ്റ് ചെയ്തിട്ടല്ലേ കാണുന്നതെന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. അതെ, എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ എൻ്റെ ഹെയർ സ്ട്രൈറ്റ് ചെയ്തിട്ടാണ് കൂടുതലും വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്കത് ഹെയർ ഡാമേജ് ഉണ്ടാവില്ലേ എന്നൊക്കെ കുറച്ചൊരു ചോദിച്ചായിരുന്നു. അതായത് ഞാൻ ആഴ്ചയിൽ വൺസ് അല്ലെങ്കിൽ 2 തവണ, ഒരു തവണ അല്ലെങ്കിൽ 2 തവണ ആയിരിക്കും സ്ട്രൈറ്റ് ചെയ്യുന്നത്. ഈ ചെയ്യുന്ന സമയത്ത് തന്നെ മാക്സിമം വീഡിയോസ് എടുത്തു വയ്ക്കും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും എനിക്ക് ആഴ്ചയിൽ 2 തവണ ചെയ്താൽ മതി. അപ്പോൾ തന്നെ നിങ്ങളിപ്പോൾ ഒരാഴ്ച എൻ്റെ വീഡിയോ കാണുമ്പോഴത്തേക്കും എല്ലാ ദിവസവും ഞാൻ സ്ട്രൈറ്റ് ചെയ്ത് അങ്ങനെയല്ല വീഡിയോ ഇടുന്നത്. അത് 2 ദിവസം എടുക്കുന്ന വീഡിയോസ് ആയിരിക്കും നിങ്ങൾ ഒരാഴ്ച കൊണ്ട് കാണുന്നത്. പക്ഷെ അത് രാവിലെ തൊട്ട് രാത്രി വരെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ വീഡിയോസൊക്കെ എടുക്കുന്നത് കേട്ടോ. അങ്ങനെയാണ്. പിന്നെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മുടെ ഹെയർ നന്നായിട്ട് ഡാമേജ് ആവും. അതൊരു സംശയമില്ലാത്ത കാര്യമാണ്. പിന്നെ എനിക്കിഷ്ടമാണ്. എനിക്കറിയാം ഹെയർ ഫോൾ ഉണ്ടാവും, ഡാമേജ് ഉണ്ടാവും. പക്ഷെ ഇതൊക്കെ ഞാൻ ചെയ്യും. അങ്ങനെയാണ് ഞാൻ പണ്ട് മുതലേ. എങ്ങനെയാണ് ഞാൻ എപ്പോഴും മുടി സ്ട്രൈറ്റ് ആ ഒരു ലുക്കിൽ സ്ട്രൈറ്റ് ചെയ്ത ലുക്കിൽ ഇടാൻ വേണ്ടി
ഇഷ്ടമാണ്. ഞാൻ അതുകൊണ്ട് അങ്ങനത്തെ രീതിയിൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ആഫ്റ്റർ കെയർ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും. അതൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. ഞാൻ മുടി സ്ട്രെയിറ്റ്, അതായത് പെർമനൻ്റ് ആയിട്ട് സ്ട്രെയിറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ സ്ട്രെയിറ്റ് ചെയ്തതിന് ശേഷമുള്ള ആഫ്റ്റർ കെയറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിക്കാം. ഓക്കെ. ഇപ്പം എന്നിട്ട് ഞാൻ ഐബ്രോ ഇങ്ങനെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. എനിക്കൊന്ന് സൂക്ഷിച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഐബ്രോ എപ്പോഴും തെറ്റിപ്പോവും. അപ്പോൾ ഞാനതൊന്ന് ചെയ്യട്ടെ. ഇപ്പം ഞാൻ 2 സൈഡിലും ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരുവിധം ഓക്കെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2 സൈഡും എനിക്ക് 2 ഐബ്രോയും 2 ഷേപ്പാണ്. അപ്പം അതുകൊണ്ട് തന്നെ വരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, രണ്ടും ഒരേപോലെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമുക്ക് ബ്ലഷ് ഇട്ട് കൊടുക്കാം. ബ്ലഷ് വന്നിട്ട് എറ്റ്യൂഡിൻ്റെ ബ്ലഷാണ്. ഇപ്പം ഞാൻ സ്ഥിരമായിട്ട് ഇതാണ് കാണിക്കുന്നത്. ഇത് പക്ഷേ ഇട്ട ഉടനെ നമ്മൾ ബ്ലെൻഡ് ചെയ്തില്ലെങ്കിൽ കിട്ടാൻ കട്ടയായിട്ട് അവിടെ ഇങ്ങനെ കിടക്കും. അപ്പോൾ അതുകൊണ്ട് ഇട്ട ഉടനെ തന്നെ ബ്ലെൻഡ് ചെയ്യണം. ഇത് തന്നെ നമുക്ക് പെട്ടെന്ന് പരിപാടി കഴിയാൻ വേണ്ടിയിട്ട് ഐ ഷേഡായിട്ട് ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ. സാധാരണ നമ്മൾ പുറത്ത് പോകാനാണെങ്കിൽ ഇത്രയും മതി. വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുറച്ചുകൂടെ കൂടുതലിടണം, എന്നാലും നമുക്ക് വീഡിയോയിൽ നന്നായിട്ട് വിസിബിളായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇതുപോലെ ഇപ്പുറത്തെ സൈഡിലും ചെയ്യണേ. പിന്നെ താഴെ തുമ്പത്തും ലേശം, നല്ല മൂക്കിൻ്റെ തുമ്പത്ത്. ഞാനിങ്ങനെ നിർത്തി പറയണോണ്ട് ബോറാവുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ടൈപ്പ് വീഡിയോ എടുക്കുന്നത്. നമ്മൾ കണ്ണിൻ്റെ മുകളിലിടണം അതേ ഷെയ്ഡ് തന്നെ താഴെ കൂടെ ഒന്ന് വരച്ച് ഇങ്ങനത്തെ ലൈറ്റായിട്ട് ഇങ്ങനെ കൊടുക്കുന്നത് കുറച്ചുകൂടെ ഒരു ഡെപ്ത് ഉള്ളത് കണക്ക് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. ഇത് മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊക്കെ ഒരുപാട് പേര് പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്, അവരിങ്ങനെ ചെയ്യണതും കണ്ടിട്ടുണ്ട്. ഇത് മതി. ഇത് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇത് ഈ ഒരു ടിൻറ്റ് കണ്ടോ കയ്യിലൊക്കെ ഭയങ്കരമായിട്ട് ആവും. അത്രയും മതി. ഇനി നമുക്ക് വേഗം തന്നെ ഐബ്രോ ചെയ്യാം. ഐ മേക്കപ്പിലോട്ട് കിടക്കണം. ഐ മേക്കപ്പ് ഞാൻ എളുപ്പ പരിപാടിക്ക് വേണ്ടിയിട്ട് എപ്പോഴും സ്മോക്ക് ചെയ്യാണ് ചെയ്യണത് കേട്ടോ. കണ്ണിൽ വരയ്ക്കണതെന്ന് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. താഴെ വരയ്ക്കാൻ കുഴപ്പമില്ല, എന്നാലും കണ്ണിങ്ങനെ പടപട അടയ്ക്കും. ഈ ഒരു ഭാഗത്ത് എനിക്ക് കുറച്ച് പാടാണ് കേട്ടോ അതിനകത്ത് ഇങ്ങനെ വരയ്ക്കാൻ. കാണുമ്പോൾ എല്ലാവർക്കും ചിരി വരും ഇങ്ങനെ പടപട അടയ്ക്കുന്നത് കാണുമ്പോൾ. പക്ഷെ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല, ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത്. ഈ കണ്ണിങ്ങനെ പിടിച്ചു വെച്ച് ചെയ്യുന്നതും എനിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടി എളുപ്പം ഇതാണ്. എന്നിട്ട് ഇതേ സെയിം കാജൽ വെച്ചിട്ട് തന്നെ കണ്ണിൻ്റെ പുറത്ത് എഴുതി കൊടുക്കുക. എന്നിട്ട് ഞാൻ ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും ബ്രൗൺ ഐ ഷാഡോയും കൂടെ വെച്ചിട്ട്. അപ്പോഴത്തേക്കും നമ്മുടെ സ്മോക്കി ആയി റെഡിയാവും. ഇതാണ് എളുപ്പ പരിപാടി, പെട്ടെന്ന് കഴിയും. നമുക്കങ്ങനെ ഷേപ്പോ കാര്യങ്ങളോ ഒന്നും നോക്കണ്ട, ബ്ലെൻഡ് ചെയ്യാനുള്ളതല്ലേ. ഇങ്ങനെ ഇവിടെ ബ്രഷ് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ബ്രഷ് ബ്രൗൺ ഷെയ്ഡ് എടുക്കും, എന്നിട്ട് ജസ്റ്റ് ഇതാ ഇങ്ങനെ 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 ആക്കും, ബ്ലെൻഡ് ചെയ്യും. കഴിഞ്ഞു. വേണമെങ്കിൽ ഒന്നുകൂടെ ചെറുതായിട്ട് ഇതിൻ്റെ പുറത്ത് ഒന്നുകൂടെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് വരച്ചു കൊടുക്കാം. ഇതുപോലെ ഇപ്പുറത്തെ സൈഡിൽ ചെയ്യണം കേട്ടോ. ഐ ഷാഡോ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മസ്കാര ഇട്ട് കൊടുക്കാം. എനിക്ക് പണ്ട് മുതലേ ഇഷ്ടമുള്ളൊരു മസ്കാരയാണ് ഈ കൊളോസലിൻ്റെ മസ്കാര. ഇത് വാട്ടർ പ്രൂഫും ഉണ്ട് അല്ലാത്തതും ഉണ്ട്. ഇതിപ്പോൾ വാട്ടർ പ്രൂഫാണ്. ഞാനത് നീ ഇങ്ങനെ കടിച്ചു പിടിക്കേണ്ട, കുഴപ്പമില്ല, ഞാൻ പറഞ്ഞത്. ഇപ്പോൾ കണ്ണിലെ പരിപാടികൾ മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ലിപ്സ്റ്റിക്ക് ലിപ്സ്റ്റിക്ക് ഞാനിത് മേബിലിൻ്റെ സൂപ്പർ സ്റ്റേ ഇടാട്ടോ. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കിയത്. ഭയങ്കരമായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ലിപ്സ്റ്റിക്കാണേ. ഇതിടാം. എനിക്ക് തോന്നുന്നു 2 കളറും മിക്സ് ചെയ്തിടാം. അങ്ങനെ ഇടാം. കാരണം ഇത് കുറച്ച് നല്ല ഡാർക്കാണ്. എനിക്ക് അത്രയും ഒരു ഡാർക്ക് ഷെയ്ഡിലോട്ട് പോകണ്ട. മൈഥിലി ഇല്ലേ നമ്മുടെ നൈക്കയുടെ, അതും കൂടെ വെച്ച് ബ്ലെൻഡ് ചെയ്യാം. അത് കുറച്ച് ലൈറ്റ് ഷെയ്ഡാണ്. ഇനി നമുക്ക് ഹൈലൈറ്റ് ഇട്ട് കൊടുക്കാം. പേർപ്പിളിൻ്റെ ഹൈലൈറ്ററാണ്. ഈ ഹൈലൈറ്റർ കിട്ടാനില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ പേർപ്പിളിൻ്റെ സൈറ്റിൽ കയറിയിട്ട് അല്ലെങ്കിൽ ആപ്പ് എടുത്തിട്ട് പേർപ്പിൾ ഡുവൽ ഹൈലൈറ്റർ എന്ന് സെർച്ച് ചെയ്ത് നോക്കും കേട്ടോ, അപ്പോൾ കിട്ടും. അല്ലാതെ ലിങ്ക് ഞാൻ നോക്കിയിട്ടും ഷെയർ ചെയ്യുമ്പോഴത്തേക്കും അത് നമുക്ക് യൂട്യൂബിൽ ഇപ്പോൾ പേർപ്പിളിൻ്റെ അഫിലിയേറ്റ് ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. അല്ലാതെ ഞാൻ കൊടുത്തിട്ടുണ്ട് വീഡിയോസിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, നിങ്ങൾ നോക്കി നോക്കി. മിക്കപ്പോഴും ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരിക്കും. ഇപ്പോൾ ഉണ്ടാകുന്ന എനിക്കറിയത്തില്ല, എന്നാലും സെർച്ച് ചെയ്ത് നോക്കും കേട്ടോ. അത് നല്ല ഹൈലൈറ്ററാണേ. ഇത് നമ്മൾ എല്ലാ ഭാഗത്തും കഴുത്തിലൊക്കെ ഇടണം. ഓക്കെ, അങ്ങനെ ആയപ്പോഴത്തേക്കും നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞു. ഇനി പൊട്ട് വയ്ക്കണോ വേണ്ടിയോ? പൊട്ട് വയ്ക്കണ്ട, ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ആക്സസറീസ് സെലക്ട് ചെയ്യണം, അതൊരു ടാസ്ക്കാണ്. അപ്പോൾ നമുക്ക് സാരി എടുക്കാം. ഇനി
ഫസ്റ്റ് നമ്മൾ ടക്കിങ് ചെയ്യുന്ന ഭാഗം എന്ന് പറയുന്നത് ചിലർ ഇവിടെ നിന്ന് ടക്കിങ് ചെയ്യും സെൻറ്ററിൽ നിന്ന്, ചിലർ ഈ ഭാഗത്ത് നിന്ന് ടക്കിങ് ചെയ്യും. ഞാൻ എന്തായാലും ഈ ഭാഗത്ത് നിന്നാണ് കേട്ടോ ടക്കിങ് ചെയ്യുന്നത്. അപ്പം ഞാൻ എപ്പോഴും എനിക്ക് പൊക്കം കുറവായതുകൊണ്ട് ഒരു മടക്ക് ഇങ്ങോട്ട് കൊടുത്തിട്ടാണ് പിന്നെ അതിനെ അകത്തോട്ട് ഇങ്ങനെ മടക്കി എടുക്കുന്നത്. പക്ഷേ ഈ സാരിക്ക് ഞാൻ നേരത്തെ വെച്ച് നോക്കിയപ്പോഴത്തേക്കും ലെങ്ത് കുറച്ച് കുറവാണ്. അപ്പോൾ അത്രയും അങ്ങോട്ട് മടക്കണ്ട. അപ്പോൾ ചെറിയൊരു രീതിയിൽ മാത്രം മടക്കി ടക്കിങ് ചെയ്യുകയാണേ. അപ്പോഴേ കറക്റ്റ് താഴത്തെ ലെങ്ത് കറക്റ്റ് ആകത്തുള്ളൂ. മൈക്ക് കിടക്കുന്നുണ്ട് കുറച്ച് പാടാണ് കേട്ടോ, എനിക്ക് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കണ്ടോ താഴത്തെ ആ ഒരു കറക്റ്റ് ഉണ്ട്. നമ്മൾ ഇത്രയെങ്കിലും താഴെ ലെങ്ത് വേണം, ആ ഒരു രീതിയിൽ വേണം ചെയ്യാൻ വേണ്ടി. നമ്മളെപ്പോഴും ചെരുപ്പ് ഇട്ടിട്ട് സാരി ഉടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഏത് ചെരുപ്പാണ് ഇടുന്നത് അത് ഇട്ടിട്ട് സാരി ഉടുക്കുമ്പോഴത്തേക്കും കറക്റ്റ് ലെങ്ത്തും കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെയാണെന്നുണ്ടെങ്കിൽ അത് പൊങ്ങിപ്പോവും. ഓക്കെ, ഇനി നമുക്ക് ബാക്കിലും അതേ രീതിയിൽ എടുക്കണം. ചുറ്റും പോലെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ടക്കിങ് ചെയ്യുക കേട്ടോ. അപ്പം എന്നിട്ട് ചുറ്റും താഴെ ഫുള്ളൊന്ന് നോക്കുക, കറക്റ്റ് ആയോ റെഡിയാണോ എന്നുള്ളതൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. ഞാൻ ചുറ്റുന്നതനുസരിച്ച് എൻ്റെ മൈക്ക് എൻ്റെ കൂടെ കിടന്ന് കറങ്ങും. ഇനി അതിനുശേഷം പിന്നെ ഫുൾ സാരി ഇങ്ങനെ ഞാൻ കയ്യിലെടുക്കും. അതായത് ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് നിന്നല്ലേ നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ തപ്പി പിടിക്കാതെ എന്ത് ചെയ്യണം, ഇവിടെ ഇങ്ങനെ നമ്മളിപ്പോൾ ടക്കിങ് ചെയ്ത് ലാസ്റ്റ് വെച്ചിരിക്കണം. ഈ ഒരു ഇതിൽ നിന്ന് തന്നെ ഇങ്ങനെ എടുക്കുക കേട്ടോ, ഇങ്ങനെ പയ്യെ എടുക്കുക. അപ്പോൾ ആ ഭാഗം തന്നെ കറക്റ്റായിട്ട് നമ്മളെ കയ്യിൽ കിട്ടും. ഇങ്ങനെ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് എടുക്കുക. ഇങ്ങനെ തുമ്പെടുക്കുക. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ ഡയറക്റ്റ് എടുക്കാം. പക്ഷേ ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഏത് ഭാഗമാണ് ഇവിടെ ഷോൾഡറിൽ വരേണ്ടതെന്ന് തിരിഞ്ഞോ, അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു രീതി എടുക്കുക. എന്നിട്ട് ഇതിനെ അങ്ങ് താഴെ ഇട്ടുള്ളൂ. അപ്പോഴത്തേക്ക് ഇതാണ് നമ്മുടെ ഇങ്ങനെ വരുന്ന പോർഷൻ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അതിനുശേഷം ഇതിനെ ഇങ്ങനെ ചുമ്മാ ഒന്ന് ഇങ്ങനെ എന്താ പ്ലീറ്റ് എടുക്കുക. എന്തായാലും ചുറ്റും. അപ്പോൾ ചുറ്റുമ്പോഴത്തേക്കും ഈ ഒരു ഭാഗം ഇങ്ങനെ പിടിച്ചിട്ട് വേണം ചുറ്റാൻ, അല്ലെങ്കിൽ അതും വീണ്ടും തിരിഞ്ഞ് മറിഞ്ഞു പോകും. ഇപ്പം ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്പെഷ്യലായിട്ട് പറയണത്. അപ്പോൾ ഈ ഒരു ഭാഗം ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് ഇങ്ങനെ കണ്ടോ ഈ ഒരു ഭാഗം കണ്ടോ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ എടുത്ത് ഈ ഒരു ഭാഗം കണ്ടോ ഇതിങ്ങനെ നമ്മൾ കയ്യിൽ വിടാതെ തന്നെ പിടിച്ചേക്കണം, എന്നാലേ അത് മാറാതെ നിൽക്കത്തുള്ളൂ. വീണ്ടും കണ്ടോ ഈ ഒരു രീതിയിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വരാം. നമ്മൾ ഷോൾഡറിൽ വെച്ച് നോക്കണം, ഷോൾഡറിൽ എത്ര വേണം ലെങ്ത് എന്നുള്ള രീതിയിൽ. അപ്പോൾ കുറച്ചിങ്ങനെ മെസ്സി ആയിട്ട് അൺഈവനായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഈവനാക്കി വെച്ച് കൊടുക്കുക കേട്ടോ. തുമ്പ് നോക്കുക എത്രയാണ് വേണ്ടതെന്നുള്ളത് ആ പോയിന്റിൽ വെച്ച് നിർത്തുക. എന്നിട്ട് നമ്മൾ ഈ ഒരു സെക്ഷനില്ലേ ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇതിനെ നന്നായിട്ട് ടൈറ്റൻ ചെയ്യുക. നമുക്ക് എത്രയാണ് വേണ്ടത് ഇവിടെ നിന്ന് ഇങ്ങനെ പിടിച്ച് ഈ ഒരു രീതിയിൽ പിടിച്ച് ടൈറ്റൻ ചെയ്യുക. കണ്ടോ ഇങ്ങനെ ടൈറ്റൻ ചെയ്യാം. എന്നിട്ട് ഇതിനെ നല്ലപോലെ വലിച്ചു പിടിക്കണം. ഇതിനിങ്ങനെ നമുക്കിങ്ങനെ വയറൊക്കെ നന്നായിട്ട് കവർ ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ. പിന്നെ അതുപോലെ തന്നെ ചിലർ ബെല്ലി ബട്ടന് താഴെ നേവലിന് താഴെ സാരി കൊടുക്കുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെ അത് കംഫർട്ടായിട്ടുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് കണ്ടോ ഇങ്ങനെ നല്ലതുപോലെ വലിച്ച് ടൈറ്റായിട്ട് പിടിച്ചിട്ട് അത് അവിടെ തന്നെ ഇങ്ങനെ നിൽക്കണം. എന്നിട്ട് നമ്മൾ പിൻ ചെയ്യണം. പിൻ ചെയ്യുമ്പോൾ നമ്മുടെ അണ്ടർസ്കർട്ടിനോട് ചേർത്ത് വേണം പിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിൻ ചെയ്യണതും ഇതിൻ്റെ ഈ അറ്റത്ത് വേണം ചെയ്യാൻ. ഈ ഒരു ഭാഗത്ത് ചെയ്യും ചിലർ. അപ്പോൾ എന്ത് പറ്റും, ഇതിങ്ങനെ ലൂസാകുമ്പോഴത്തേക്കും ഇതിങ്ങനെ മറിഞ്ഞു പോകും. അപ്പോൾ അതങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിനിങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇതിൻ്റെ അറ്റത്ത് പിൻ ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് നമ്മൾ പ്ലീറ്റ് എടുക്കണം. പ്ലീറ്റ് എടുക്കുമ്പോൾ ഇങ്ങനെ പിടിച്ച് ഈ ഒരു പോർഷനിൽ ഇങ്ങനെ വെച്ചിട്ട് വേണം പ്ലീറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. പ്ലീറ്റ് എടുത്ത് ഏറ്റവും ലാസ്റ്റ് വരുന്ന പ്ലീറ്റ് കുറച്ച് വീതിയിലെടുക്കണം. മൈക്ക് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് കുറച്ച് പാടാണ്, അത് അതിനകത്തായി പോകുന്നുണ്ട്. അപ്പോൾ അതാണ് ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്യുന്നത്. അപ്പോൾ പ്ലീറ്റ് ലാസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് പിന്നെ ഇങ്ങനെ എടുക്കല് കണ്ടോ. അപ്പോൾ ഇത്രയും ബാലൻസ് വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനെങ്ങനെ എടുത്തിട്ട് ഏറ്റവും ലാസ്റ്റ് ഏത് വരെയാണോ വരുന്നത് ഇതെങ്ങനെ ഇതിനെ ഈ തുമ്പറ്റത്തോട്ട് കൊണ്ടുവരണം. അപ്പോഴത്തേക്ക് ഈ പ്ലീറ്റ് കുറച്ച് വലുതായിരിക്കും മറ്റതിനെക്കാട്ടിൽ. കണ്ടോ ഇത് ഇത്തിരി വലുതായിരിക്കും. അത് അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഇവിടെ പിന്നെ ബാലൻസ് ഒന്നും വരത്തില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ പിന്നെ കുറേ ചൊരി അകത്തിങ്ങനെ വെക്കേണ്ടി വരും. അപ്പോൾ അത് പ്രത്യേകിച്ച് എന്നെ പോലെ വണ്ണം കുറഞ്ഞവരാണെങ്കിൽ കുറച്ചൊന്ന് ബൾക്കി ആയിട്ട് തോന്നില്ല. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ലാസ്റ്റ് പ്ലീറ്റ് ഒന്ന് വലുതായിട്ട് എടുക്കണം. എന്നിട്ട് നമ്മൾ ആദ്യം എടുത്ത പ്ലീറ്റിൻ്റെ ഈ ഒരു നമ്മൾ ഇവിടെ ഇങ്ങനെ പിടിച്ച് വെച്ചല്ലേ എടുത്തത്, ആ ഒരു ഫസ്റ്റ് പോർഷനാണ് വിട്ടു കൊടുക്കണം. അത് ഞാൻ പറയുമ്പോൾ എത്രയൊക്കെ മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. ആദ്യം എടുത്ത പോർഷനിൽ നിന്ന് ആ ഫസ്റ്റ് ലെയർ അതൊന്ന് വിട്ടു കൊടുക്കുക. അതൊന്ന് ഇങ്ങനെ വലിച്ച് നമുക്ക് മുകളിലോട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്ന് നോക്കിയോ, ഇപ്പോൾ എടുക്കുമ്പോൾ കണ്ടോ ഓട്ടോമാറ്റിക്കലി ഈ സൈഡ് പ്ലീറ്റ് വരും. കണ്ടോ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ചുരുക്കി ഇങ്ങനെ കൊടുത്താൽ മതി. അല്ലാതെ ഇവിടെ ഇങ്ങനെ ചുമ്മാ പ്ലീറ്റ് പിടിച്ച് വയ്ക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഡെയിലി ഉടുക്കുന്നവർക്ക് ഇതായിരിക്കും കുറച്ചുകൂടെ കംഫർട്ട്. കണ്ടോ ഇങ്ങനെ നമ്മൾ പൊക്കുമ്പോഴത്തേക്കും കറക്റ്റ് പ്ലീറ്റുകൾ ഇവിടെ ഇങ്ങനെ വരും. ഇനി നമുക്കിതിനെല്ലാം കൂടെ
ഇങ്ങനെ ഒന്ന് പിടിച്ചു വയ്ക്കാം. ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് ഇവിടെ ഒരു വലിയ പിന്നെടുത്തിട്ട് കുത്തി കൊടുക്കണം. നമുക്ക് പിന്നെ അകത്തോട്ട് ടക്കിട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇതിങ്ങനെ താഴെ നിൽക്കുന്നത് ഇതിനൊന്ന് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് ഒന്ന് കൊടുക്കുക. വേണമെങ്കിൽ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ടൈറ്റൻ ചെയ്ത് പിന്നെ കൊടുക്കാം. ഞാൻ പക്ഷെ അങ്ങനെ കൊടുക്കാറില്ല, ഇങ്ങനെ തന്നെ വയ്ക്കാറുള്ളൂ. ഇത്രയും നമ്മൾ ചെയ്തിട്ട് നമ്മൾ പിന്നെ ഷോൾഡറിലെ പ്ലീറ്റ് നന്നായിട്ട് ഇതുപോലെ നമുക്ക് എവിടെയാണോ വേണ്ടത് ഈ ഒരു പോർഷനിൽ ഞാൻ മുമ്പൊക്കെ ഇവിടെ വയ്ക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ വയ്ക്കുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ വരും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പോർഷനിൽ വയ്ക്കുക. പിൻ ചെയ്യുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ എപ്പോഴും ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടായിരിക്കും പിൻ ചെയ്യണത് വലിച്ചിട്ട്. എന്നാൽ അതിന് ശേഷമായിരിക്കും പിന്നെ ഇങ്ങോട്ട് വലിച്ച് ഇങ്ങോട്ട് വയ്ക്കണം. അപ്പോൾ അതവിടെ കുറച്ചുകൂടി ടൈറ്റായിട്ട് നിൽക്കും. നമ്മൾ ഇവിടെ വെച്ചിട്ട് തന്നെ വലിച്ച് നിൽക്കുമ്പോൾ കണ്ടോ ഇവിടെ ഇങ്ങനെ ഒന്ന് പ്രസ്സായിട്ട് നിൽക്കും. അപ്പോൾ അതൊരു വൃത്തിയുടെ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഞാൻ ടൈറ്റായിട്ട് വലിക്കും. എന്നിട്ട് അതിനെ ഇങ്ങോട്ട് പിടിച്ച് വയ്ക്കും. അപ്പോൾ അവിടെ തന്നെ ഇടും. ഇവിടെ നമുക്ക് പിന്നൊന്നും വയ്ക്കേണ്ട ആവശ്യം വരത്തില്ല. ഓക്കെ, ഈ അടുത്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ നിവർത്തി പിടിക്കും. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ടോ ഇങ്ങനെ എൻ്റെ വിരൽ വെച്ചിട്ട് ഇങ്ങനെ, അത് എത്ര പേർക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല, ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കും. ഇങ്ങനെയാണ് ചെയ്യുന്നത് കണ്ടോ. അപ്പോഴത്തേക്ക് ഇവിടെ ഒരു പ്ലീറ്റ് വേണം. എന്നിട്ട് ഇതിന് ഇവിടെ വെച്ചൊന്ന് പിൻ ചെയ്യാനായിട്ട് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് ഇവിടെ കണ്ടോ നല്ലപോലെ പ്ലീറ്റ്സ് വന്നിട്ടുമുണ്ട് ഈ ഒരു ഭാഗത്ത് കണ്ടോ. ഇപ്പോൾ ഇവിടെ വെച്ചിട്ടൊരു പിൻ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ബ്ലൗസിൻ്റെ അടിയിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. കണ്ടോ ഈ ഒരു രീതിയിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതവിടെ തന്നെ ഇരുന്നോളും. ഇനി നമ്മൾ കൈ ഇങ്ങനെ നിവർത്തിയിട്ടാലും അതവിടെ തന്നെ കിടന്നു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സാരി ഡ്രേപ്പിംഗ്. ഇനി നമുക്ക് ആക്സസറൈസ് ചെയ്തിട്ട് കാണാം. ഇതാണ് ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വേറെ സാരിയിലൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ബൈ.